അപ്പോൾ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഞാൻ ദേ പല്ല് തേക്കുന്നുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ ക്ലാസ്സിന് പോകാനുള്ളത് കൊണ്ട് പോയി കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സിലാണെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ പിന്നെ രാവിലെ ബിരിയാണിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ കൂട്ടി രാവിലെ കഴിച്ചു. പിന്നെ ഞാൻ എന്തിനാ ആ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് ഈ ഡ്രസ്സ് തേച്ചിട്ടുകൊണ്ട് പോയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്ന വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മഴയായ കാരണം പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ സ്ലൈഡൊക്കെ പിറക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പോകാനിറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെള്ളം എടുക്കാൻ മറന്നു പോയെന്ന് ഓർത്തെ. അപ്പോൾ പിന്നെ പോയി വെള്ളമെല്ലാം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വാതിലൊക്കെ പൂട്ടി. ഇനി ഇതെൻ്റെ സാമ്രാജ്യമാണ്. അപ്പോൾ താക്കോലെല്ലാം അളവൊക്കെ എടുത്ത് വെച്ചിട്ട് ചേച്ചിയെ പോയി വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടും നടന്നു പോവുക. അപ്പോൾ ഞാൻ ചേച്ചിയോട് എന്തോ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പോകുന്നത്. ഇങ്ങനെ പോയി റോഡിനകത്ത് മെയിൻ റോഡിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിനെ ഓവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി വന്നിട്ട് എൻ്റെ കൈ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ തിരുമ്മി തന്ന് ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കഥയും പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും 10:15 ചെല്ലുന്നത് ഞങ്ങൾ 10:45 ഇന്ന് ചെന്നത്. അപ്പം പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ ഓടിപ്പോയി ക്ലാസ്സിൽ പോയി കയറി. അപ്പോൾ കുറച്ച് നേരം അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചേച്ചി എന്നെ എഴുതി ചിരിപ്പിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് സാർ എടുത്ത കാരണം 1 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലോട്ട് നടന്നു പോവുക. വീട്ടിലോട്ട് വന്ന് വാതിലൊക്കെ തുറന്ന് കയറി. അപ്പം വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, കാരണം എല്ലാവരും പണിക്ക് പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ കയറി ബാഗൊക്കെ കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വിളിച്ചത് മീശോയുടെ കൊറിയർ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞാൻ ആ ചില്ലറ പൈസയൊക്കെ പിറക്കി എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറിയ ഒരു വീഡിയോ എടുക്കാനായിട്ടായിരുന്നു പോയത്. പിന്നെ ഞാൻ പൈസ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ആ ബിരിയാണി തന്നെ ഞാൻ സോസൊക്കെ വെച്ചിട്ട് ടൊമാറ്റോ സോസൊക്കെ വെച്ച് ഫ്രൈഡ് റൈസ് പോലെ മുട്ടയൊക്കെ പൊരിച്ചിട്ട് എന്തൊക്കെയോ ആക്കി അതിരുന്ന് കഴിച്ചില്ല. കഴിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത സമയത്തേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞാൽ മീശോയിൽ നിന്ന് കൊറിയർ വരുന്നുണ്ട്, പോയി മേടിച്ചോളാൻ. അപ്പോൾ ഞാൻ ആ മഴയത്ത് കുടയൊക്കെ വെച്ചുകൊണ്ട് ഇത് ഞാൻ ഇന്ന് മേടിച്ച കുടയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ 2 കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പെയ്ഡുമായിരുന്നു, ഒന്ന് അല്ലാത്ത ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ 2 കൂടെ മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഉണ്ടാക്കിയ സംഭവം ഇരുന്ന് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ക്യൂട്ടസ് വാരിയിട്ട് തിന്നാനൊന്നും അറിയത്തില്ല, ഞാൻ സാധാരണ തിന്നുന്ന രീതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ കുടിച്ചു. പിന്നെ മേളിൽ പോയിരുന്നു, ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് നല്ല കാറ്റും മഴയായിരുന്നു, ഭയങ്കര കാറ്റും മഴ. ഞാൻ ശരിക്കും പിടിച്ചു, ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ താഴോട്ട് ഇറങ്ങി വന്നു, ഡ്രസ്സൊക്കെ മാറി. പിന്നെ കുറച്ച് നേരം വീണ്ടും മഴയൊക്കെ കണ്ടുകൊണ്ടാണ് നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും എനിക്ക് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ രാത്രി നല്ല മഴയായിരുന്നു. ബാക്കി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം.